നമസ്കാരം. അടുത്ത മന്ത്രിയുടെ ജൂവലറി ഉദ്ഘാടനം എത്തിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ദുരന്തത്തിൽ കിടക്കുമ്പോൾ മന്ത്രിമാരുടെ പ്രയോറിറ്റി എന്താണെന്ന് നോക്കണേ. സ്വർണ്ണക്കടകളുടെ ഉദ്ഘാടനത്തിന് പോകാനുള്ള ആ വിശാല ഹൃദയം നാട്ടുകാർ കാണാതിരിക്കരുത്. മേനോന് ചെയ്യാമെങ്കിൽ എന്താ എനിക്ക് ചെയ്തുകൂടെ? മേനോൻ പോയി കൊച്ചിയിൽ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്തപ്പോ ഇങ്ങ് കൊല്ലത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള പത്തനംതിട്ട ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമ്പോഴും ഓരോ മന്ത്രിമാർക്ക് പ്രളയ ജില്ലയുടെ ചുമതല കൊടുത്തിരിക്കുമ്പോഴും മന്ത്രിമാരെല്ലാം സ്വർണ്ണക്കടയിൽ പോയി അവരുടെ സമ്മാനം വാങ്ങി അവർക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്ന എന്തൊരു വിസ്മയമാണ് നമ്മുടെ നാട്ടിൽ. കേരളത്തിലെ ഏറ്റവും ടോപ്പ് ബ്രാൻഡുകളിൽ ഒന്നായ ആലുക്കാസ് തീർച്ചയായും 200ഓളം സ്ഥാപനങ്ങളുമായി ലോകമെമ്പാടും മലയാളികളുള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എല്ലായിടത്തും വലിയ തോതിൽ മുന്നോട്ട് പോകുന്നത് ഏറെ സന്തോഷം നൽകുന്നു. കസ്റ്റമേഴ്സിന്റെ തൃപ്തി അല്ലെങ്കിൽ സന്തോഷം ലക്ഷ്യമാക്കി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇതിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ അല്ലെ? നമ്മുടെ നാട്ടിലെ ചില സൈബർ രോഗികളുണ്ട്. ഇന്നലകളിൽ എന്തൊരു ക്ലാസ് ആണ് എടുത്തത്. നിങ്ങൾ ഏതെങ്കിലും പ്രളയകാലത്ത് ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ 10 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം ജനങ്ങൾ ദുരിതത്തിൽപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാം റദ്ദാക്കി അവർക്കൊപ്പം നിൽക്കുക. ഇവിടെയോ സൽക്കാരം, അതായത് അതിവിശാലമായിട്ടുള്ള സൽക്കാരങ്ങൾ. അത് ആവോലി മീനും ടൈഗർ പ്രോൺസും മട്ടനും ചിക്കനും ഇനി ഈ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം തീന്മേശയിൽ എത്തിക്കുന്ന വിഭവസമൃദ്ധമായിട്ടുള്ള സൽക്കാരങ്ങൾ അറ്റൻഡ് ചെയ്യുക, സ്വർണ്ണക്കടകൾ ഉദ്ഘാടനം ചെയ്യുക, അമ്മായിയച്ഛനെ കാണാൻ ഹെലികോപ്റ്ററിൽ പോവുക, ദുരിതബാധിതരുള്ള പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നിട്ട് ക്യാമറകളുമായി പോയി കുഞ്ഞുങ്ങളെ എടുത്ത് ചില ഫോട്ടോഷൂട്ടുകൾ നടത്തിയാൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഞാൻ ഇന്നത്തെ ദിവസം സ്വർണ്ണക്കടയിലൊക്കെ പോയി അല്ലെങ്കിൽ ആലുക്കാസിലൊക്കെ പോയി ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞാൽ ജനത്തിന്റെ ജീവിതം വെള്ളത്തിൽ കിടക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന സമ്മാനം ഉണ്ടല്ലോ, നമ്മൾ മന്ത്രിയാണെങ്കിലും ഉള്ളാലെ ഒരു വ്യക്തിയാണല്ലോ. ആ സന്ദർഭത്തിൽ നമ്മൾ എന്താണ് പ്രയോറിറ്റി? അതൊക്കെ അവിടെ കിടക്കും. ഈ 5 വർഷമേ ഉള്ളൂ. പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? ഒപ്പിച്ചോളണം. അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴും ആലുക്കാസിനു വേണ്ടി മന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത് പരസ്യവാചകം പറയാനുള്ള ആ വിശാല ഹൃദയം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി എന്നുള്ളതാണ്. ആ കിട്ടിയതിന് അവർക്ക് വേണ്ടി പണിയെടുത്ത് കൊടുക്കുന്ന ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, അതിന് മാധ്യമങ്ങളും കൂടി ക്ലൈന്റ് ആയതുകൊണ്ട് കൂട്ടുനിൽക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ, നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷമായിരുന്ന് പ്രത്യേക സ്റ്റഡി ക്ലാസ് എടുത്തവർക്ക് ജനങ്ങളെ സേവിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ സേവനം ഏതുവഴി പോകുന്നു എന്ന് നാട്ടുകാർക്ക് കണ്ണു തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനും പറ്റുന്നുണ്ടല്ലോ. ഇതായിരുന്നല്ലോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജനപ്രതിനിധികൾ അല്ലേ? ജനം വെള്ളത്തിൽ കിടക്കുമ്പോൾ അവരുടെ സകലതും, ഉടുതുണി ഉൾപ്പെടെ സകലതും നഷ്ടപ്പെടുമ്പോൾ ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം നമുക്ക് മാറ്റി വെക്കാൻ പറ്റൂ? അവർക്ക് വന്നത് വച്ചനത്തുക, നമുക്ക് കിട്ടാനുള്ളത് വാങ്ങിയെടുക്കുക. ഇതാണ് റിയൽ കോൺഗ്രസ് എന്ന് നാട്ടുകാരൊന്ന് മനസ്സിലാക്കിക്കോളും.